ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൻ വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഡ്രൈ ഫ്രൂട്ട് ലഡ്ഡു ആണ്. ഇതിൽ പഞ്ചസാരയും ശർക്കരയൊന്നും ചേർക്കുന്നില്ല, വെറും ഡ്രൈ ഫ്രൂട്ട് മാത്രം ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ലഡ്ഡു ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി 25 ഗ്രാം താമരപ്പൂവിൻ്റെ സീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക്. അതേ പാനിൽ തന്നെ അരക്കപ്പ് ബദാം, 1/4 കപ്പ് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ. ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ഇനി അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പച്ച തേങ്ങയ്ക്ക് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ വറുത്ത് വെച്ച തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം നമുക്ക്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ അരച്ച് വെച്ച ഈന്തപ്പഴവും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഏലക്കാപ്പൊടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയുടെ സ്മെല്ല് ചിലർക്ക് പിടിക്കില്ല, അങ്ങനെയാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളും. ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ലഡ്ഡു തയ്യാറാക്കി എടുക്കാം നമുക്ക്. ഇത് പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ലഡ്ഡു ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. BP, ഷുഗർ ഉള്ളവരൊക്കെ ഇത് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഡ്രൈ ഫ്രൂട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് ദിവസം ഓരോന്ന് കഴിക്കുകയാണെങ്കിൽ മുടിക്കൊഴിച്ചിലിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക്